നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ കുറച്ച് സാധനമേ ഉള്ളൂ. നമ്മുടെ പ്ലെയിൻ സാരി, കുറച്ച് ഡിസൈൻ ചെയ്ത പ്ലെയിൻ സാരി, പിന്നെ നൈറ്റിയുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ. എന്ന് വെച്ചാൽ പ്ലെയിൻ സാരി ഇത് നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ഇതിന് ഞാൻ കാണിച്ചപ്പം ബ്ലൗസ് അറ്റാച്ച് ചെയ്താണ് കാണിച്ചത്. അജ്രക്കിൻ്റെയും അങ്ങനെ പോച്ചമ്പള്ളി ഡിസൈനൊക്കെ വരുന്ന ബ്ലൗസ് അറ്റാച്ച് ചെയ്താണ് കാണിച്ചത്. ഈ പ്രാവശ്യം ഞാൻ ബ്ലൗസ് അറ്റാച്ച് ചെയ്തിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, സമയത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രമാണ് ബ്ലൗസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാത്തതിന് ഒത്തിരി പേര് പരിഭവിക്കുമെന്ന് എനിക്കറിയാം. കാരണം ബ്ലൗസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തപ്പം അതുപോലെ ആവശ്യക്കാരായിരുന്നു നമുക്ക്. പക്ഷെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സാരി മാത്രം റീസ്റ്റോക്ക് വരുത്തി. ബ്ലൗസ് ഇത് ഓരോന്നിനും അതിന് പറ്റുന്നത് കട്ട് ചെയ്ത് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയായതുകൊണ്ട് ഈ പ്രാവശ്യം അതിന് മുതിർന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് ഇട്ടോ. ഇത് നമ്മുടെ വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. അതിൽ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതുണ്ട്, ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ ചെറിയൊരു ഗ്ലോ ഉണ്ട്. രണ്ട് ടൈപ്പിലാണ്. ഒന്ന് ഇങ്ങനെ ഒരു ഇത്, പിന്നെ ഒന്ന് ത്രെഡ് പോലെ മാത്രം ഇങ്ങനെ ഇടവിട്ട് ചെയ്തിരിക്കുക. നല്ല ഭംഗിയാണ്, നല്ല ഫങ്ഷൻ വെയറാണ്. നല്ല എന്താ പറയുക, ഏത് ടൈപ്പ് നിങ്ങളുടെ മനോധർമ്മത്തിനനുസരിച്ച് ഏത് ബ്ലൗസ് വേണമെങ്കിലും ഇടാം. പ്രത്യേകിച്ച് ഇപ്പം ഇങ്ങനത്തെ വിചിത്ര സിൽക്കിൻ്റെ സാരിയുടെ കൂടെ കയ്യല്ല, നമ്മളിപ്പോൾ ഈ ഒരു പാർട്ട് മാത്രമല്ലേ വൺ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിടുവാണെങ്കിൽ കയ്യെ മാത്രം സ്റ്റോൺ വർക്ക് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഒത്തിരി മോഡലായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ഭാഗത്ത് മാത്രം സ്റ്റോൺ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബീഡ്സ് വർക്ക് ചെയ്യുക, പിന്നെ ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പ്രിൻറ്റഡ് ബ്ലൗസ് കട്ട് ചെയ്ത്. പ്രിൻറ്റഡ് ബ്ലൗസൊക്കെ എല്ലാവരുടെയും കൈ കാണുമല്ലോ. കോൺട്രാസ്റ്റ് ആയിട്ട് ഇട്ടാൽ മതി. അത്യാവശ്യം ചേരുന്ന കളറുകൾ നോക്കി കോൺട്രാസ്റ്റ് ആയിട്ട് ഇടുക. അജ്രക്കിൻ്റെ 1 മീറ്റർ ബ്ലൗസ് മേടിച്ച് എങ്ങനെ വേണമെങ്കിലും വൈറ്റ് ഹക്കോബ പറ്റും, എല്ലാം പറ്റും. ഇതാണ് സാരി, ആദ്യത്തെ സാരി. ഇങ്ങനെ സാരി ഒന്നുമില്ല, എല്ലാം ഇങ്ങനെ തന്നെ, ഫുള്ള് ഇങ്ങനെ തന്നെയാണ് സാരി, ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ വിചിത്ര സിൽക്കിൻ്റെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. വിചിത്ര സിൽക്കിൻ്റെ പല ക്വാളിറ്റിയിൽ മെറ്റീരിയൽ വരുന്നുണ്ട്. ഏറ്റവും ചീപ്പ് ക്വാളിറ്റി വെച്ച് നല്ല ഹൈ ക്വാളിറ്റി അതെല്ലാത്തിനും വരും. ഇത് ഒരു മീഡിയം ക്വാളിറ്റി. ഹൈ ക്വാളിറ്റി, ഏറ്റവും ഹൈ ക്വാളിറ്റിന്ന് ഈ റേറ്റിൽ നമുക്ക് തരാൻ പറ്റത്തില്ല. എന്നിട്ട് അതിൽ വർക്ക് ചെയ്തിരിക്കുക, ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുക ഉണ്ടോ ഒന്നത്. ആദ്യത്തെ ഇത് മാത്രം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്നുമില്ല, നിവൃത്ത് കാണിക്കാനൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ കളേഴ്സ് കാണിക്കാം. ഇതിൻ്റെ വേറെ കളേഴ്സ്. ഇതിപ്പം വന്നിട്ട് ആദ്യം കാണിച്ചത് നേവി ബ്ലൂ ആയിരുന്നേ. ഇപ്പം ഇത് മെറൂൺ കളറ് ഉണ്ടോ. ആ വർക്ക് ചെയ്തേക്കുന്ന നല്ല, ആ വർക്കിനാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ വെയർ ടച്ചൊക്കെ തരുന്ന ഒരു ഭംഗിയാണ്, നല്ലൊരു ഭംഗിയാണ്. ഇപ്പോൾ പ്ലെയിൻ സാരികൾക്ക് ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡാണല്ലോ. അത് പിന്നെ ഈ ഒരു കാര്യമുണ്ട്, പ്ലെയിൻ സാരി കൊണ്ട് നമുക്ക് ഒത്തിരി ഉപയോഗങ്ങളും പറ്റും. സാരി ആയിട്ട് മാത്രമൊന്നുമല്ല, സാരി ഉടുത്തു കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഉപയോഗങ്ങൾക്കെല്ലാം എടുക്കാമല്ലോ. പ്ലെയിൻ ആയിട്ട് അത്രയും ഇതല്ലേ. ഇതിപ്പോൾ വന്നിട്ടൊരു ഈ കളറിന് ഈ തവിട്ട കളർ അല്ലേ, ഈ കളർ പറയാൻ പറ്റുന്നില്ല. ഈ കളർ ഒരു 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 ഒനിയെന്നും പറയാൻ പറ്റത്തില്ല. ഇത് കളർ ബ്രിക്കിൻ്റെ കളറാണ്. ഒരു എപ്പോഴൊക്കെയോ നോക്കുമ്പോൾ ഒരു ബ്രിക്കിൻ്റെ കളർ പോലൊക്കെ തോന്നും. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച എല്ലാ കളറും റീസ്റ്റോക്ക് കിട്ടിയിട്ടില്ലേ. ഇത് പർപ്പിൾ, ഒനിയൻ്റെ ഒരു ഷെയ്ഡ്. ഇപ്പം നൂർത്ത് കാണിക്കാത്തത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. ആ സാരി ഒരുപോലെ ആയതുകൊണ്ട് മാത്രമേ ഞാനത് ഓരോന്നും എടുത്ത് കാണിക്കാത്തത്. ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്, പേസ്റ്റൽ ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഉണ്ട്. കോഫി ബ്രൗൺ കണ്ടോ. ചെറുപയറിൻ്റെ ഡാർക്ക്, ഒലീവ് ഗ്രീൻ എന്ന് പറയത്തില്ല, അതിൻ്റെയൊക്കെ ഇച്ചിരി ഡാർക്കാണ്. ബോട്ടിൽ ഗ്രീൻ, പിന്നെ ഇത്രയും നേരം കാണിച്ചത് എടുത്തോളാം. ഇത്രയും നേരം കാണിച്ചത് വിചിത്ര സിൽക്ക് മാത്രമാണ്. ഇതിപ്പം വിചിത്ര സിൽക്കല്ല, നമ്മുടെ ഓർഗൻസയിൽ ഒരു, ഇതും പ്ലെയിൻ ആണെങ്കിലും ഇത് കണ്ടോ, അതിൻ്റെ കൂടെ ബോഡിയെ കൂടെ ഒരു ത്രെഡിൻ്റെ ഒരു വർക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ത്രെഡ് കണ്ടോ, ഇങ്ങനെ പോയിട്ടുണ്ട്. ഓർഗൻസയുടെ മെറ്റീരിയലാണ്.
ഓർഗൻസയുടെ മെറ്റീരിയൽ പ്രേമികളും ഈ പറഞ്ഞ പോലെ ധാരാളമുണ്ട്. ബ്ലാക്ക് ഡീപ്പ്, നല്ല ഡീപ്പ് ബ്ലാക്കിൽ റെഡ് ത്രെഡാണ് അപ്പോൾ ഇരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇതാണ് അതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഇത്രയാണ്. നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നെറ്റ് കോട്ട സാരിയൊക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടും. ആ ഒരു ട്രാൻസ്പെറൻസി ഒരു പ്രശ്നമായിട്ട് വരത്തില്ല. പിന്നെ അടിയിൽ നമ്മൾ ഇടുന്ന ബ്ലൗസ് നല്ല വർക്കൊക്കെ ചെയ്താണെങ്കിൽ 1 പ്ലീറ്റ്സ് ആയിട്ട് ഇട്ടാലും അത് നല്ലൊരു ഭംഗിയാണ്. ഇങ്ങനെ വേണമെങ്കിലും ഇടാം, അല്ലെങ്കിൽ നല്ല ഫ്രോക്കൊക്കെ തയ്ക്കാനൊക്കെ ആണെങ്കിലും നല്ലതാണ്. ആ ത്രെഡിന് നല്ലൊരു ഭംഗിയാണ്. ഡാർക്ക് റെഡാണ് ഈ പോയിരിക്കുന്ന ത്രെഡ്, അതൊരു നല്ല ഭംഗിയാണ്. അങ്ങനെയുള്ള ഒരു സാരി. ഇത് മെറ്റീരിയൽ വന്നിട്ട് വിചിത്ര സിൽക്കല്ല, ഓർഗൻസിയ. ഇത് വെച്ച് സ്കേർട്ടും ഫ്രോക്കും ഒക്കെ തയ്ക്കാൻ നല്ലതാണ്, നല്ല പറന്ന് നിൽക്കുന്ന രീതിക്കുള്ള ഇത് സാരി ഉടുക്കാൻ അങ്ങനെ പറയുമ്പോൾ സാരി ഉടുക്കാൻ ഒത്തിരി അങ്ങ് ഇതായിട്ട് നിൽക്കത്തില്ല. നമ്മളുടെ കോട്ട സാരിയൊക്കെ ഉടുക്കല്ലേ എന്ന് പറഞ്ഞ പോലെ നിൽക്കും. ഭയങ്കര കൊട്ടിക്കിടക്കത്തില്ല, ഒന്നും ഭയങ്കര പിടിച്ചൊക്കെ ഇട്ട് കലത്ത രീതിക്കും പോകത്തില്ല. അങ്ങനെ ഒരു സാരി നല്ല ഇപ്പം പുതിയതായിട്ട് ഇറങ്ങുന്ന ട്രെൻഡുകളാണ് ഇതൊക്കെ. സാരി ഇന്ന് അത്രേ ഉള്ളൂ. ഞാൻ നൈറ്റിയുടെ ഒരു സംഭവം കാണിക്കാം. ഒരു സംഭവമല്ല, എല്ലാം ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരേ മോഡലിന് അതിൻ്റെ വേറെ വേറെ കളറും അങ്ങനത്തെ സംഭവം. ഡിസൈൻ എല്ലാം ഇങ്ങനെ തന്നെ. കണ്ടോ, പ്യുവർ കോട്ടൺ ആണ്. ലെങ്ത് ഭയങ്കരമാണ്. ലെങ്ത്ത് ഒരു 54-55 ഇഞ്ച് ലെങ്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ചുരിദാർ കട്ടാണ്. പക്ഷേ ഈ ഒരു സംഭവം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആ ലേസ് വർക്കും ഹക്കോബയുടെ ഒരു പീസ്, പിന്നെ ലേസ് വർക്ക്, ഇവിടെ ഒരു ചെറിയ പൂക്കളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു നൈറ്റി കട്ട് ആണെന്നോ അല്ലാത്തവർക്ക് ഇടാനൊരു വിഷമമൊന്നും തോന്നുന്നുണ്ട. നൈറ്റി കട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഇതിപ്പോൾ വന്നിട്ട് നേവി ബ്ലൂ, ഇവിടെ വന്നിട്ട് വൈറ്റ്. ഇവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നതിൻ്റെ എല്ലാം ഫ്രണ്ടിലത്തെ വർക്ക് ഇതാണ്. പിന്നെ ഇങ്ങോട്ടുള്ള ഭാഗത്തും മാത്രം വ്യത്യാസമുണ്ട്, നെക്കിലും വ്യത്യാസമുണ്ട്. ഒന്ന് ഇതിപ്പോൾ റൗണ്ട് നെക്ക്, മറ്റേത് വരുമ്പോൾ സ്ക്വയർ നെക്കും കൂടെ ഉണ്ട്. ഇതാണ് കോട്ടൻ്റെ മെറ്റീരിയലാണ്, നല്ല പ്യുവർ കോട്ടൺ ആണ്. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ കളർ ബ്ലീഡിങ് ഉണ്ടാകും. ഫസ്റ്റ് വാഷിലൊക്കെ കളർ ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ വേറെ തുണി നൈറ്റി അല്ലേ വീട്ടിലിടുന്നതല്ലേ എന്നോർത്ത് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ആദ്യത്തെ പ്രാവശ്യം കഴുകരുത്. ആദ്യത്തെ പ്രാവശ്യം അല്ലാതെ നൈറ്റിയെപ്പറ്റി ഞാൻ ഉപയോഗത്തെ പറഞ്ഞു തരേണ്ട കാര്യമില്ല, വീട്ടമ്മമാർക്കൊക്കെ അത്യാവശ്യം അറിയാം. നല്ല ഡാർക്ക് ഷെയ്ഡും കൂടെ ആയതുകൊണ്ട് കുറച്ച് അതിനൊരു കാര്യം ചെയ്യാം, നമ്മൾ ഷാമ്പൂവിനകത്തൊന്ന് മുക്കി എടുത്തിട്ട് ആദ്യത്തെ പ്രാവശ്യമേ അങ്ങനെ ചെയ്താൽ മതി. നല്ല പ്യുവർ കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ. അതിൻ്റെ വേറെ ഷെയ്ഡ് അത് നേവി ബ്ലൂ. ഇത് പർപ്പിളിൻ്റെ ഡാർക്ക്. കറണ്ട് ഇല്ലല്ലേ, ഈ നട്ടുച്ചയ്ക്കൊക്കെ കറണ്ട് പോകുന്നു. പിന്നെ ഇത് വന്നിട്ടേ എല്ലാം എക്സൽ സൈസാണേ. എക്സൽ സൈസ് എന്ന് പറഞ്ഞാൽ ഫ്രീ സൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എക്സൽ വരെയൊക്കെ ഉള്ളവർക്കേ പറ്റത്തുള്ളൂ, വലിയ വണ്ണം ഉള്ളവർക്ക് പറ്റത്തില്ല കേട്ടോ. ഭയങ്കര വണ്ണം ഉള്ളവർക്ക് പറ്റത്തില്ല. എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് പറ്റും. ഫ്രീ സൈസ് എന്നാണ് ഇത് പറയുന്നത്. പക്ഷേ ഫ്രീ സൈസ് ആണെങ്കിലും എക്സലിന് മേളിലേക്കുള്ളവർക്ക് ഓക്കെ ആകത്തില്ല. ഇത് മിക്സ് ആക്കിയാണോ ഇരിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം നൈറ്റ് കാണിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓർഡർ എടുത്തതിൽ കുറച്ച് മിസ്റ്റേക്ക് വന്ന് ഈ പോകാന്നിങ്ങനെ നമ്പറുകളും ഫോട്ടോസും വരുമ്പോൾ നൈറ്റി അല്ലേ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടെന്ന് വരുന്നതുകൊണ്ട് കുറേ എണ്ണം സത്യം പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാം തന്നെ സെയിലായില്ലെന്നല്ല, കുറച്ചെണ്ണം നമ്മുടെ ഒരു കയ്യിലെ നമ്മുടെ കഴിവുകേടെന്ന് ഞാൻ പറയുന്നില്ല, ആ സാഹചര്യങ്ങളെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ബാലൻസ് കുറച്ചെണ്ണം ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതിന് എൻക്വയറി വരുന്നുണ്ട്. ഇപ്പോൾ എൻക്വയറി വരുമ്പോൾ ഇല്ലെന്നാണ് പറയുന്നത്. അത് വലിയൊരു പാടാണ്. ഇന്നലത്തെ വീഡിയോ വന്നു കഴിഞ്ഞാൽ തലേദിവസത്തെ എൻക്വയറി വന്നു കഴിയുമ്പോൾ ആ നമ്പർ ഏതൊക്കെയാണ് ഉള്ളതെന്നും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ നൈറ്റ് ചോദിക്കുമ്പോൾ, പഴയ നൈറ്റ് ചോദിക്കുമ്പോൾ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ അതിനകത്തുനിന്ന് കുറച്ചെണ്ണം മിച്ചം ഉണ്ട്. അത് ഞാൻ വേറെ ദിവസം കാണിക്കാം കേട്ടോ. കുറച്ചെണ്ണം എന്ന് പറഞ്ഞാൽ ഒരു 5-6 എണ്ണം മിച്ചം ഉണ്ട്. 60 നൈറ്റിയും കൊണ്ട് കാണിച്ചത് അതിനകത്ത് അത്ര എണ്ണം മിച്ചം വന്നിട്ടുണ്ട്. പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ സിംഗിൾ പീസസേ ഉള്ളൂ അല്ലേ, മിക്കതിനും സിംഗിൾ പീസസേ ഉള്ളൂ. ചിലതിനൊക്കെ മാത്രമേ ഉള്ളൂ ഒന്നിലധികം പീസസ് ഉള്ളത്. അതുകൊണ്ട് വേണ്ടവർ ആദ്യം തന്നെ ബുക്ക് ചെയ്ത് ക്യാഷ് അടച്ച് ബുക്ക് ചെയ്താലേ ബുക്കിങ്ങും ആകത്തുള്ളൂ. ഇതാണ് അടുത്ത നൈറ്റി, ബോട്ടിൽ ഗ്രീന്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോൾ കൈയൊക്കെ ഒന്ന് കാണിക്കാഞ്ഞിരുന്നത്. ഇതാണ് കൈ. ഒത്തിരി ഓൾട്രേഷൻ്റെ ഒന്നും ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കോട്ടൺ മെറ്റീരിയൽ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ, എല്ലാം നല്ല ഡീപ്പ് കളറാണ്. നിങ്ങൾ മറ്റു തുണികളുടെ കൂടെ ഒന്നിച്ചിട്ട് വാഷ് ചെയ്യല്ലേ.
അത് എൻ്റെ ഒരു അഭ്യർത്ഥന. അറിയാം എല്ലാവരും അങ്ങനെ ചെയ്യത്തൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എനിക്ക് ചുമ്മാ ഈ പറഞ്ഞുകൊണ്ടിരിക്കണം, അയ്യോ അങ്ങനെ ചെയ്യില്ലേ ഇങ്ങനെ ചെയ്യില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ. പിന്നെ ഞങ്ങൾക്കാർക്കും ഇതൊന്നും അറിയത്തില്ല എന്നൊന്ന് ഓർക്ക് വിചാരിക്കുമായിരിക്കും. ഇത് അത് തന്നെ ഡിസൈൻ വ്യത്യാസം. ഫ്രണ്ട് മുഴുവൻ പ്ലെയിന്, സൈഡ് വരുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പ്രിൻ്റുണ്ട്. നല്ല ഈ ഒരു ഇങ്ങനത്തെ വർക്കിന് എവർഗ്രീനായിട്ട് ഡിമാൻഡുള്ളതാണ് നൈറ്റി. ഭയങ്കര സ്റ്റാൻഡേർഡ് ഫീലിംഗ് തരുന്ന ഒരു ഇതാണ് ഈ ഒരു വൈറ്റ് ഇതും ആ ഒരു ലേസ് വർക്കും കൂടെ എന്ന് പറഞ്ഞാൽ. എനിക്കറിയാം ഇതിൻ്റെ ശരിക്കുള്ള ഇച്ചിരി ബ്രാൻഡ് ഉള്ളവർ ഇറക്കുമ്പം, ബ്രാൻഡ് ഉള്ളവരെന്നല്ല ബ്രാൻഡഡ് ആയിട്ട് ഇറക്കുമ്പം ഇതിൻ്റെ റേറ്റ് ഇപ്പം ഞങ്ങൾ തരുന്നതിൻ്റെ ഡബിൾ ആയിരിക്കും. പക്ഷേ അതെനിക്ക് നമുക്ക് വ്യക്തമായിട്ടറിയാം. ബ്രാൻഡ് സാധനം മേടിക്കുമ്പോൾ പല സാധനങ്ങളും മേടിക്കുമ്പോൾ നമ്മൾ ഇത്രയും റേറ്റോ എന്ന് നമുക്ക് ചിന്തിക്കും. പക്ഷെ ചിലർക്ക് ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ എന്തോ ഒരു സംഭവമാണെന്നൊരിത് അല്ലേ. കോഫി ബ്രൗൺ ആണേ, അറിയാവോ? കോഫി കണ്ടിട്ടുണ്ടെങ്കിൽ കോഫി ബ്രൗൺ. ഓ ചളി എന്നൊക്കെ പറയണ്ടേ അല്ലേ. ഇതില്ലേ പായലിൻ്റെ കളർ കണ്ടോ? പായൽ കണ്ടിട്ടുണ്ടോ? പായൽ കണ്ടിട്ടില്ലെങ്കിൽ പായലിൻ്റെ കളർ ഏതാണെന്ന് കണ്ടു എന്ന് ഞാൻ പറയുന്നത്, എൻ്റെ ഓർമ്മയെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ഞങ്ങളൊക്കെ പണ്ട് പറയുമായിരുന്നേ, ഞാൻ പറയട്ടെ, ചാണകപ്പച്ച. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പറയുന്നത് ഈ നമ്മൾ തൻ്റെ നാടൻ ഭാഷ അറിയില്ലേ. അപ്പോൾ ഇങ്ങനെ നടന്നൊക്കെ പോകുമ്പോൾ കൂട്ടുകാരെ അങ്ങനെ പറയും ചാണകപ്പച്ച എന്നാണ് പറയുന്നത്. എനിക്ക് പറ്റത്തില്ല കേട്ടോ, കറണ്ട് ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ, വിയർക്കുന്നു. ഇത് ഡിസൈൻ എല്ലാം മിക്സാക്കിയാണ് വെച്ചിരിക്കുന്നത്, അതൊരു കുഴപ്പമാണ്. നേവി ബ്ലൂ, ഇതിൻ്റെ വേറെ ഇത് കാണത്തില്ല കേട്ടോ, ഇങ്ങനെ നിന്നാൽ പറ്റത്തില്ല, ഇങ്ങനെ കാണിച്ചേ ഇല്ല. ബോഡി കാണണ്ടേ, നല്ല ലെങ്ത് ആട്ടോ. ആ കാര്യത്തിലായിരിക്കും ചിരി വരുന്നത്. പൊക്കം കുറവുള്ളവർ ഓൾട്രേഷൻ ചെയ്യേണ്ടി വരും. എന്നാന്ന് ചോദിച്ചാൽ ലെങ്ത്ത് മടക്കി അടിക്കണം, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ലെങ്ത് ഉള്ളവർക്ക് ഹാപ്പി. ലെങ്ത് എന്ന് പറഞ്ഞാൽ പൊക്കം കൂടുതലുള്ളവർക്ക് ഹാപ്പി. നോർമൽ ലെങ്ത് ഉള്ളവർക്ക് ഇച്ചിരി നിലത്തൂടെ കിടക്കും, അതേ ഉള്ളൂ. അത് ഇച്ചിരി ഒന്ന് മടക്കി അടിച്ചാൽ മതി, തീർച്ചയായിട്ട്. ഇത് എന്തേ കാണിക്കുന്നത്? ഒരേപോലത്തെ തരുവാണോ? ഇന്ന ചൂടെടുക്കുന്നു. അടുത്ത ഇത് കേട്ടോ, സ്ക്വയർ നെക്ക്, നല്ല ഭംഗിയല്ലേ. മൽമൽ കോട്ടൺ, മൽമലാണോ? മൽമലാന്ന് തോന്നില്ല കേട്ടോ, മൽമലാന്ന് തോന്നില്ല. സോഫ്റ്റ് കോട്ടണാണ്. നല്ല നെക്ക്, ഇങ്ങനെ ബോഡി ഫുള്ള് ഇങ്ങനെ. അത് മെറൂൺ കളറ്, ഇത് നേവി ബ്ലൂ, ഇത് ഒരു സൈസ് ഗ്രീൻ. ഇവിടെയൊക്കെ ഗ്രീനിൻ്റെ ഓരോ പൂക്കളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ട് ലേസൊക്കെ വർക്കൊക്കെ ചെയ്ത് ഹക്കോബായുടെ ഒരു പാച്ചൊക്കെ ചെയ്ത് നല്ല ഭംഗിയാണ്. കുഴപ്പമില്ല, മിക്സായിട്ടിരുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം, സാരി ആണെങ്കിലും നൈറ്റി ആണെങ്കിലും അത് നമ്പറില്ലാതെ അയക്കല്ലോ കേട്ടോ. ഒരു കാരണവശാലും നമ്പറില്ലാതെ അയക്കല്ലേ. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പരും പ്രൈസും കൂട്ടി അയക്കാവുള്ളേ. സാരി ആണെങ്കിലും ഇതിപ്പോൾ ഒരു പീസൊന്നും അല്ലിരിക്കുന്നു, ഒന്നിലധികം പീസുകളുണ്ട്. മീൻസ് ഒരു പീസിന് തന്നെ ഒന്നിലധികം എണ്ണങ്ങളുള്ളതുകൊണ്ട് നമുക്കത് കൺഫ്യൂഷൻ വരും. ഇത് ബോട്ടിൽ ഗ്രീൻ, നല്ല നൈറ്റിയാണ് അല്ലേ, നല്ല വൃത്തിയുള്ള നൈറ്റിയാണ്. ഇത് കാണിച്ചാൽ നുറന്നിരിക്കുന്നതൊക്കെ അല്ലേ കാണിച്ചത്. ഇത് റിപ്പീറ്റാണോ? ബ്ലാക്ക്. ഞാനൊരു കാര്യം ചെയ്തെടുത്ത് ഇപ്പുറത്ത് വെക്കാം, അത് ശരിയാവൂലോ. ബ്ലാക്ക് ഇതിൻ്റെ വേറെ കളർ കാണിച്ചായിരുന്നു. ഇതിൻ്റെ കോഫി ബ്രൗൺ, ഡാർക്ക് കോഫി ബ്രൗൺ. നേവി ബ്ലൂ ഗ്രീനും കൂടെ കൂടിയ ഒരു ഷെയ്ഡ്.
ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡ്. ഇതിനകത്ത് ഇപ്പോൾ ഷെയ്ഡൊന്നും നോക്കാനൊന്നുമില്ല. ഇപ്പം നൈറ്റിക്ക് ഇപ്പം നമുക്കല്ലേ എല്ലാം ഡാർക്ക് കളറുകളാണ്. ഒരു കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ എല്ലാം ഒത്തിരി പേര് എൻ്റെ ഓർമ്മയിൽ ഞാൻ കുറേ അതിൻ്റെ ലിസ്റ്റെല്ലാം കണ്ടായിരുന്നു. ഒരാൾ പോലും വളരെ ചുരുക്കം ആൾക്കാരെ ഒരു നൈറ്റി വാങ്ങിച്ചു. എല്ലാവരും 4-5 വെച്ചാണ് വാങ്ങിച്ചിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് മിനിമം 3 വെച്ച് വാങ്ങിച്ചവരാ. ഇപ്രാവശ്യം അങ്ങനെ വാങ്ങിച്ചു. അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഇല്ലല്ലേ, എത്രക്കില്ലല്ലേ. വലിച്ചോണ്ട് പോവാതെ പച്ച മനുഷ്യനെ കാണിക്കാൻ അനുവദിക്കുമല്ലോ. എങ്ങോട്ട് തന്നെ ഓടാനുണ്ടോ? ഞാനിവിടെ വിയർത്ത് കുളിച്ച് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഇത് തന്നെയാണോ മുമ്പേ കാണിച്ചല്ലേ? ഇതിൻ്റെ വേറെ കളറല്ലേ? അയ്യോ, ഇത് കോഫി ബ്രൗണെ കൂടെ മെറൂണിൻ്റെ ഒരു ഷെയ്ഡ്. അതിങ്ങതാ മടക്കിയതാ, അവിടെ ഇരുന്നാണോ? ഇതൊന്നാ നീ ആന്ന് അല്ല, പർപ്പിളല്ലേ? മെറൂണിൻ്റെ സ്ഥാനത്ത് പർപ്പിള്. നമ്പരേ ഉള്ളൂ. നമ്മൾ നമ്പർ മാത്രമേ നോക്കുള്ളൂ കേട്ടോ. നിങ്ങൾ അയക്കുന്ന പടത്തെ നമ്മൾ നോക്കത്തേ ഇല്ല, നമ്പർ ഒള്ളി. അതാ ചിലർ ഫോട്ടോ അയച്ചു തരാമോ ചോദിക്കും. എന്തിനാ ഫോട്ടോ അയക്കുന്നത്? അതെനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എന്തിനാ ഇപ്പോൾ ഇന്നെ ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ ഫോട്ടോയും കൂടെ ചോദിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിലൊരു കാര്യമില്ല, വീഡിയോയിൽ കാണുന്നതാണ് കറക്റ്റ്. ഇതിപ്പം മറ്റേ ചെറുപയർ പായൽ പച്ച ആ ഒരു കളർ അതിൻ്റെ കൂടെ വൈറ്റ് ഡിസൈൻ. ഡാർക്കാ കേട്ടോ, ഒന്നും ലൈറ്റില്ല, എല്ലാം ഡാർക്കാ. കോഫി ബ്രൗൺ, അതിൻ്റെ ഡിസൈൻ വേറെ ഉള്ളത്. ഇത് ബ്ലാക്ക് ആണോ നേവി ബ്ലൂ ആണോ? ബ്ലാക്ക്. നല്ല രസമല്ലേ ബ്ലാക്കും വൈറ്റും കൂടെ. ഇവത്തിലിങ്ങനെ ഒരു നമുക്ക് ഈ നല്ല പ്യുവർ കോട്ടണിലൊരു പശയുണ്ടല്ലോ. നമ്മുടെ ഫസ്റ്റ് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലിടുന്ന സാധനങ്ങളെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ടേ ഇടുള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചാലേ ആ പശ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബോഡിക്ക് നല്ലൊരു സുഖമാണ്. എനിക്ക് ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം, പിന്നെ കുർത്തിയൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യലാത്ത. എനിക്ക് വാഷ് ചെയ്തിട്ടിട്ടാലേ ശരിയാവുള്ളൂ. പ്രത്യേകിച്ച് ഈ അണ്ടർ ഗാർമെൻറ്റ്സ് അങ്ങനത്തെ എല്ലാം സത്യമായിട്ട് വാഷ് ചെയ്തിട്ട് ഇടുന്നതാണ് നല്ലതാണ്. കെമിക്കലിൻ്റെ ഒരു സംഭവം അങ്ങ് പോവുമല്ലോ. ഡൈയിങ് എന്ന് പറയുന്നത് നല്ല കെമിക്കലല്ലേ. ഇത് കോഫി ബ്രൗൺ. തീർന്നു അല്ലേ? ഖതം. തീർന്നില്ലേ? എന്നെ പറയുന്നതാണ് എനിക്കറിയാവുന്ന ഏക ഹിന്ദി വേർഡ് ഖതം ആണ്. എനിക്ക് ഹിന്ദി കുച്ചു മാലും അങ്ങനെയൊക്കെ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് കുറച്ചൊക്കെ എനിക്ക് ഹിന്ദി പറയുന്ന കേട്ടാൽ അത്യാവശ്യം മനസ്സിലാവും. അയ്യോ എൻ്റെ പൊന്നെ എന്നും പറഞ്ഞുകൊണ്ട് ആരും വോയിസ് മെസ്സേജ് ഒന്നും അയച്ചേക്കല്ലേ. അത്യാവശ്യം മനസ്സിലാവും കേട്ടോ, പറയാനും അത്യാവശ്യം അറിയാം. പിന്നെ നമ്മുടെ മലയാളം പറയുന്ന പോലെ അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി പറയാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് പറയാനൊക്കെ അറിയാം, ഇംഗ്ലീഷ് അറിയാം. ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ്. വിട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഈ അടുത്ത ദിവസം തന്നെ സാരിയുടെ ഡിസ്കൗണ്ട് സെയിലിൻ്റെ വീഡിയോ, ചുരിദാർ സെറ്റിൻ്റെ ഡിസ്കൗണ്ട് സെയിലിൻ്റെ വീഡിയോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചുരിദാർ സെറ്റിൻ്റെ അതൊരു മാക്സിമം മജോറിറ്റിയും 500 ബിലോ ഉള്ളതാണ് കാണിച്ചത്. ഇനി അപ്പം അതിൻ്റേതായ ക്വാളിറ്റിയും കാര്യങ്ങളും ആണെന്ന് അറിയാമല്ലോ. ഇനി കാണിക്കുന്നത് ഇച്ചിരി കൂടെ ക്വാളിറ്റി മീൻസ് റേറ്റ് 500-നും 1000-നും ഇടയ്ക്ക് റേറ്റ് ഉള്ളതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കാണിക്കാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. ചുരിദാർ സെറ്റും സാരിയും അടുത്ത ദിവസം തന്നെ സാരിയുടെ ഉണ്ട്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ എൻ്റെ വീഡിയോ എടുക്കണം എന്നാണെന്ന് വിചാരം. അടുത്ത ദിവസങ്ങളിൽ കാണിച്ചാൽ മതിയല്ലോ, അറിയത്തില്ല. കാണാം. താങ്ക് യു.